അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, അത്യധികം വിശിഷ്ടമായ ഒരു സദസ്സിലാണ് ഇന്ന് നാം ഉള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ പല ആവശ്യങ്ങൾക്കായി വിവാഹത്തിനും മരണം പോലുള്ള സമയങ്ങളിലും നാം ഒത്തുകൂടാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു കുടുംബസംഗമം നമ്മുടെ കുടുംബത്തിൽ ആദ്യമായി തന്നെയാണുള്ളത്. മർഹൂം ഇബ്രാഹിം ഹാജിയുടെയും സൈനബ ഉമ്മയുടെയും സന്താന പരമ്പരയിൽ ഉള്ള മക്കളും മരുമക്കളും പേരമക്കളും അടങ്ങുന്ന ഒരു നാല് തലമുറയിലെ ആളുകളാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ഈ കൂടിച്ചേരലുകളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സിനെയും ആഫിയത്തിനെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ ഒരു ദിവസം എല്ലാ സംഘർഷങ്ങളും എല്ലാ മാനസിക പ്രയാസങ്ങളും മാറ്റിവെച്ച് സ്നേഹസമ്പന്നമായ ഒരു സദസ്സായി ഇതിനെ സ്വീകരിക്കുവാൻ എല്ലാവരും മനസ്സ വാച കർമ്മണ തയ്യാറാവണമെന്ന് സ്നേഹബുദ്ധ്യാ നിങ്ങളെ എല്ലാവരെയും ഉപദേശിക്കുകയല്ല, അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാഗത പ്രസംഗം എന്നാൽ ഏറ്റവും ചെറുതാക്കണമെന്നാണ് അതിൻ്റെ ഒരു മര്യാദ. എനിക്ക് ശേഷം അറിവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയും അതോടൊപ്പം നമ്മുടെ മറ്റുള്ള പരിപാടികളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുള്ളത് കൊണ്ടും ഇന്ന് ഇവിടെ ചേർന്ന നമ്മുടെ കുടുംബങ്ങളിലെ സ്നേഹ സഹോദരങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ജീവിക്കുന്നത് ഒരു 5ാം ജനറേഷനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചരിത്രങ്ങൾ ഇടയ്ക്കിടെ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുൻഗാമികളുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നും അതെന്തിനാണ് നമ്മൾ ഓർക്കുന്നത് എന്നും ചിന്തിച്ചേക്കാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുകയാണെന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ചരിത്രം തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. NCERT-യുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ന് ചരിത്രം പല വിധത്തിലായി തിരുത്തപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ദൂഷ്യഫലം അനുഭവിക്കുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവർ യഥാർത്ഥ ചരിത്രത്തെ വിസ്മരിക്കുകയും പുതിയ നുണപ്രചാരങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. അപ്പൊ എന്താണ് സത്യമെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മുൻഗാമികളുടെ ജീവചരിത്രങ്ങൾ ഇടയ്ക്കിടെ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ അത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഠിനാധ്വാനിയും സ്നേഹസമ്പന്നനുമായ ഇബ്രാഹിം ഹാജിയുടെയും
അതോടൊപ്പം തന്നെ മഹദി സൈനബ ഉമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമായാണ്, അവരുടെ ആഗ്രഹത്തിന്റെ നിയ്യത്തിന്റെ ബലത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം അല്ലലില്ലാതെ ആപത്തില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടതിനു ശേഷം ഇടക്കൊന്ന് തടഞ്ഞു വീഴാൻ പോവുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു അശീലുണ്ടായത്രേ, നിങ്ങളുടെ മാതാവ് മരണപ്പെട്ടു പോയിരിക്കുന്നു, നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നത്. അതിൽ നിന്നുള്ളൊരു വലിയ പാഠം, നമ്മളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ അവർ നമുക്ക് പിന്തുണയായുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ തീർത്തും നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നാം ജീവിക്കുന്ന അതുപോലെയല്ല ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവരുടെ ജീവിതം, വസ്ത്രം, ഭക്ഷണം, മറ്റെല്ലാ രീതികളും പുതിയ തലമുറയിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ മാതാപിതാക്കളായ നമ്മൾ അത്യധികം ശ്രദ്ധാലുക്കളായി അവരെ പരിപാലിക്കേണ്ടതുണ്ട്. ഇന്ന് മൊബൈൽ നെറ്റ്വർക്കുകളുടെ കാലമാണ്. നമുക്ക് അത്യധികം പ്രയോജനം ചെയ്യപ്പെടുന്നതും അതിനോടൊപ്പം തന്നെ ആപത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കാരണമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലും ഇന്റർനെറ്റ്. അറിവുകളുടെ അക്ഷരഗതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗൂഗിൾ, അതേപോലെ തന്നെ ഏറ്റവും നീചമായ പ്രവൃത്തികളിലേക്കും അതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമ്മൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധരാവേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രയാസമുണ്ടെങ്കിലും കുറച്ചു സമയം നിങ്ങൾ ക്ഷമിച്ചിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ റീൽസുകളുടെ കാലമാണ്. നമുക്കറിയാം, സെക്കൻഡ് ഉൾക്കകം റീൽസുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ചുരുങ്ങിയത് ഒരു 10 വയസ്സാവുന്നത് വരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ നൽകാതിരിക്കുക എന്നുള്ളത് മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷനുകളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ മാനസികമായ വളർച്ചയ്ക്കും ശ്രദ്ധക്കും അത്യധികം ആപത്തായ രൂപത്തിലാണ് പുതിയ ജനറേഷനിലെ ഇൻസ്റ്റാഗ്രാം മുതൽ അങ്ങോട്ട് ഉള്ളത്. ഇത് പറയാൻ കാരണം, നമ്മൾ ഈ റീൽസൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നിൽ നിന്ന് ഒന്നിലേക്കായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരിക്കലും അവരുടെ ശ്രദ്ധ അവർക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ പിന്തിരിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാവണം. തീർത്തും ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പോലും അതിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ നിങ്ങളെ ഉത്ബോധിപ്പിക്കാനും നമ്മുടെ സൗഹൃദ സ്നേഹ സംഗമം മറ്റുള്ള പരിപാടികളിലേക്ക് പ്രവേശിക്കുവാനും വേണ്ടി ഞാൻ നിർത്തുകയാണ്.
ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഏവരെയും ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കരുത്തുറ്റ നേതൃത്വം, അവർക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്, അവർക്ക് ഒഴിവായി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടിലെ വിസ്തരിക്കാൻ കഴിയാത്ത ഒരു വലിയ വൃക്ഷം നമുക്ക് തലവേദന നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ പിതാവാകാം, മാതാവാകാം, നമുക്ക് രക്ഷകർത്താക്കളായിട്ടുള്ള മറ്റുള്ളവരാകാം. അതായിരുന്നു ഒരു വലിയ മരുഭൂമിയിൽ ഒരു തലവൃക്ഷം നിൽക്കുകയും അതിൽ നമുക്ക് തലവേദന ചെയ്യുന്ന സമയം ആ മരം ഏതെങ്കിലും നഷ്ടപ്പെടുകയോ കുറിച്ച് മാറ്റപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ചകളെ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും അനുഭവമുള്ളതാണ്. ഇന്നലെ നിസ്കരിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് പള്ളി നിസ്കരിക്കാൻ വരുന്ന ഒരു 60 വയസ്സുള്ള ഫലസ്തീനികൾ, ഞാൻ കുറെ കാലമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്, പള്ളിയിൽ കാണുന്നത്, സ്ഥിരമായിട്ട് എല്ലാ നിസ്കരിക്കാൻ വരുന്നതാണ്. അദ്ദേഹത്തിന് 60 വയസ്സ് മാത്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ നടന്നു പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വഴി നേരിട്ട് പോകുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും, വളരെ അവ്യക്തമായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, എന്ന വഴി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് എത്തിപ്പെടാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമുക്ക് നേർവഴി കാണിച്ചു തരാൻ നമ്മുടെ ആളുള്ളത് കൊണ്ട് നമുക്ക് ലക്ഷ്യ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. നമുക്ക് ആർക്കും വഴിതെറ്റാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പല ചിട്ടകളും പരിപാലിക്കാറുണ്ട്. പല രോഗങ്ങളും വരുന്നത് തന്നെ നമ്മുടെ ജീവിത മാനസികമായ പിരിമുറുക്കത്തിൽ നിന്നാണ്. നമ്മൾ അത്തരം പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുവാൻ നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധാലുക്കളാവുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ മുമ്പ് കഴിച്ചിരുന്ന കഞ്ഞിയും പയറും ചോറും കറിയും മുതലയുമൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിപരീതമായി നമ്മൾ ന്യൂ ജനറേഷൻ ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കും. എത്രയോ സമ്പന്നരായ ആളുകൾ അവർക്ക് അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയുകയും അതേസമയം വിശപ്പുള്ള അനേക ലക്ഷങ്ങൾ മനുഷ്യർ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മൾ പല യൂട്യൂബ് വീഡിയോകൾ കാണുന്ന പലസ്തീനിയുടെ, അതുപോലെ യുദ്ധങ്ങൾ നടക്കുന്ന ആളുകൾ, യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ, ആഴ്ചകളിൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അല്ലാതെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ സമ്പന്നമായ ജീവിത രീതികൾ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. ഈ പരീക്ഷണങ്ങൾ നമ്മൾ വിജയിക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാ പരീക്ഷണങ്ങളിലും വിജയം കൈവരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വീട്ടിൽ പരത്തി പറഞ്ഞ് നിങ്ങളെ അലോചകപ്പെടുത്തുന്നില്ല, കൊടുക്കുകയാണ്. ഈ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കാവുന്ന ഒരു ദിവസമായി മാറുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ആദരവുമായി വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.